ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ റീസെൻ്റ്ലി ഇട്ട വ്ളോഗിൻ്റെ അടിയിൽ 2-3 എന്താ പറയുക കമൻസൊക്കെ കണ്ടു. കോളേജ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ കോളേജ് വ്ളോഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് മുന്നെടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ കോളേജിൽ ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായി നമ്മളെ ക്ലാസ്സിൽ 2-3 പേരെയൊക്കെ കണ്ട്. എന്നും അങ്ങനെ സംഭവിക്കണമെന്നല്ല, അങ്ങനെ കണ്ടപ്പോൾ നല്ല മഴയായിരുന്നു അന്ന് മോർണിംഗ്. അപ്പോൾ ഞങ്ങളവിടെ കോളേജൊക്കെ പോകുന്ന റൂട്ടിൽ തന്നെ ഒരു പാടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല രാവിലെ തന്നെ നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. പറയാൻ രാവിലെ തന്നെ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുകയാണ്. ഞാൻ ഒരു കെയർ ടേക്കറാണ്. നസ്മിന്റെ ഷോക്സ്, ഫറാനന്റെ ടാഗ്, സാലിമാന്റെ ടാഗ്, മുസുവിന്റെ ഫോണ് എല്ലാം എൻ്റെ അടുത്തുണ്ട്. എനിക്ക് പിന്നെ ഇതൊക്കെ അലർജി ആയതുകൊണ്ട് ഞാനതൊക്കെ കൂടെ കണ്ടു. അങ്ങനെ ഓരോ വള്ളത്തിലുള്ള തീർത്ഥാടനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ നോർമലി ഞങ്ങൾ പോണ വഴിക്ക് കൂടിയല്ലേ ഞങ്ങളന്ന് പോയത്. കുറച്ചും കൂടി വേഗം എത്താനുള്ള വഴി കൂടിയാണ് പോയത്. ബട്ട് ഈ വള്ളമൊക്കെ കടന്നു പോകണം. അങ്ങനെ ഞാനതൊക്കെ കടന്നു പോയി. ക്ലാസ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ അധികം കുടകളൊക്കെ എന്താ പറയുക വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ്സിക്ക് എത്തി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിക്കണം, എന്നാലും കുഴപ്പമില്ല, ബെല്ലടിക്കണതിന് മുന്നേ നമ്മളെത്തി. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി റെക്കോർഡ് എഴുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്കൊരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ അത് എഴുതാനുള്ള ഇതിലാണ്. അപ്പോൾ ഞാനും ഫറാനിയും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഈ ഒരു റെക്കോർഡ് നോക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി എഴുതുകയാണ്. അങ്ങനെ റെക്കോർഡ് എഴുതലിച്ച് ഫസ്റ്റ് അവർ അങ്ങോട്ട് കഴിഞ്ഞു. സെക്കൻഡ് അവർ ആയപ്പോൾ നമുക്കൊരു സാറ് വന്നിരുന്നു. അപ്പോൾ സെക്കൻഡ് അവർ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് നമ്മൾ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ടോപ്പിക്കല്ല നമ്മൾ ക്ലാസ് എടുത്തതൊക്കെ നമ്മൾ ലെക്ചർ നോട്ടിലൊക്കെ എഴുതി. അങ്ങനെ ഫസ്റ്റ് അവറും സെക്കൻഡ് അവറും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നല്ല മഴയ്ക്കല്ലേ ചായയൊക്കെ കുടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ച് ഞാനും സുത്തും പിന്നെ റൈസും ചുരേതും കൂടി നമ്മളെ ക്യാൻറ്റീനിൽ പോയി. ക്യാൻറ്റീനിൽ പോയപ്പോൾ അവിടെ നിന്ന് പൊരിക്കടികൾ കുറവാണ്. ബട്ട് ഞാൻ പോയത് എന്താണ്, പപ്സ് കഴിക്കാനാണ്. പപ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെത്തി. പിന്നെ കുറച്ച് പേരെങ്ങനെ എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളെ ചായയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് എൻ്റെ മുട്ട പപ്സ് കിട്ടി. നല്ല ചൂടുള്ള മുട്ട പപ്സ് ആയിരുന്നു. മഴ ചായ മുട്ട പപ്സ് നല്ല അടിപൊളിയല്ലേ? നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് മുട്ട പപ്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ മുട്ട പപ്സ് കഴിക്കുമ്പോൾ ആദ്യത്തെ ഒരു ബൈറ്റിന് ശേഷം രണ്ടാമത്തെ ബൈറ്റ് ഞാൻ മുട്ട കഴിക്കും. അങ്ങനെയാണ്. പിന്നെ അതെന്താ അറിയില്ല, അത് അങ്ങനെയാണ്. പിന്നെ അപ്പുറത്തെ ആൾ ഉഴുന്നുവട എന്ന് പറഞ്ഞിട്ട് ഒരു മധുരമുള്ള എന്തോ സാധനം മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിന്നിട്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയി ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ എല്ലാവരും റെക്കോർഡ് സബ്മിറ്റ് ആക്കാനെന്നുള്ളൊരു പ്ലാനിൽ എല്ലാ സൈഡിൽ നോക്കിയാലും എഴുതലും അവരുടേതായിട്ടുള്ള മീൻസ് റെക്കോർഡ് പരമായിട്ടുള്ള തിരക്കിലായിരിക്കും എല്ലാവരും. ഫറാന പിന്നെ രാവിലെ ഫുള്ള് മഴത്ത് കുളിച്ച് ആകെ അലങ്കോലത്തിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആൾ നല്ല സുന്ദരി ഒക്കെ ആയിട്ട് മുടിയൊക്കെ റെഡിയാക്കിയൊക്കെ വന്നിട്ട് ഓളും റെക്കോർഡ് എഴുതാൻ വേണ്ടി ഇരുന്നിരിക്കുന്നു. പിന്നെ നമ്മൾ 3rd അവറും കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്കായി. ലഞ്ച് ബ്രേക്ക് ആയാൽ പിന്നെ അത് കണ്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ അത് ബിരിയാണിയും കൂടി ആണെന്നുണ്ടെങ്കിൽ പറയണ്ട. ബെല്ലടിച്ച പടന്ന് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ബിരിയാണി എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി ലൂഡോ കളിക്കും. നമ്മളൊരു 5-6 ആൾക്കാർ വെച്ചിട്ട് ചിലപ്പോൾ 5 ആളുണ്ടാവും, ചിലപ്പോൾ 6 ആളുണ്ടാവും. നമ്മൾ ബ്രേക്ക് കഴിയണ വരെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ലൂഡോ കളിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കണ ബെഞ്ചിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇതേപോലെ പുറത്ത് ഇങ്ങനെയാണ് നമുക്ക് മഴയൊക്കെ നല്ല ഇങ്ങനെ പെയ്യണൊക്കെ നല്ല ഇതിലിരുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഓൾമോസ്റ്റ് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം
കുറേ ആൾക്കാർ എഴുതുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാൻ വിചാരിച്ച് കൂളറിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ അവിടെ നോർമലില്ല, നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു. അപ്പോൾ ഈ മഴയും തണുപ്പും തണുത്ത വെള്ളം ഒന്നും പറയണ്ട. പിന്നെ ഫറാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളൊന്നും വരില്ല. ഓള് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു നീയത്തിൽ അവിടെ ഇരുന്നത് കംപ്ലീറ്റ് ആക്കുന്ന പരിപാടിയിലാണ്. പിന്നെ കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ എഴുതുന്നുണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോ പണിയിലാണ്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് അപ്പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു സീനറി. പുറത്ത് പോണത് മറ്റേ കോടൊന്നല്ല, ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പുകയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ 5 അവറും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മളിവിടെ വളാഞ്ചേരി ചായ്വാലുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ച്. അപ്പോൾ നമ്മളൊരു 6 ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടി ചായ്വാലയിൽ പോയി. ചായയും അതേപോലെ തന്നെ കോഫിയും പിന്നെ നഗ്ഗറ്റ്സും ഓർഡർ ചെയ്ത്. അപ്പോൾ ഇത് കഴിക്കണതിൻ്റെ മുന്നേ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു ഫറലായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, പിന്നെ അതേപോലെ തന്നെ കോഫി കുടിച്ചു, പിന്നെ നഗ്ഗറ്റ്സ് കഴിച്ചു. ഞങ്ങൾ എല്ലാവർക്കും കണക്കായിട്ട് നഗ്ഗറ്റ്സൊക്കെ കിട്ടുന്നത്, അതുകൊണ്ട് അടി വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ വലിയ ഹൈപ്പിട്ട് പറയാനൊന്നുമില്ല, കാരണം ഞങ്ങൾ നോർമൽ ചായയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു വൈബിൽ അങ്ങനെ പോയതാണ്. ബട്ട് രസമുണ്ടായിരുന്നു, ചെറിയ മഴയും പിന്നെ ഫ്രണ്ട്സും ചായയും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അവരാർ പോകേണ്ട റൂട്ടൊക്കെ അങ്ങനെ തിരിഞ്ഞ് പോയി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക.